ബ്രിട്ടന്റെ സൈനിക താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ. ഡീഗോ ഗാർസിയ ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 മിസൈൽ പതിച്ചു എന്നും എന്നാൽ ഒരു മിസൈൽ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നു. ഏതായാലും ഈ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. 3800 കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇറാന്റെ തെഹ്റാനും ഈ പറയപ്പെട്ട ഡീഗോ ഗാർസിയ ദ്വീപുമായിട്ട്. 2100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ മാത്രമാണ് അവിടെ കൈവശത്തിലുള്ളത് എന്ന് അമേരിക്ക പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മിസൈൽ എവിടെ നിന്നെത്തി എന്നുള്ളതാണ് പിന്നെ ചോദ്യം. ഇത് ഒന്നുകിൽ ഇറാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിനേക്കാൾ പ്രഹരശേഷിയും മാരകമായിരിക്കുന്ന മിസൈലും അവരുടെ കൈവശത്തിലുണ്ട്. ഇവരുടേതല്ലെങ്കിൽ അത് കൊറിയ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഒരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഇതിലൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി അമേരിക്കയ്ക്ക് വലിയ ഞെട്ടലാണ്. വളരെ എളുപ്പത്തിലൊന്നും കീഴടക്കാൻ പറ്റുന്ന പാകത്തിലല്ല നിലവിൽ ഇറാൻ്റെ സാഹചര്യങ്ങൾ എന്ന് ഏറെക്കുറെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം സൈപ്രസിനെ ഇറാൻ ആക്രമിച്ചിരുന്നു. സൈപ്രസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ സൈപ്രസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇറാൻ ആക്രമിച്ചതിന് പ്രത്യാക്രമണമായിട്ടാണ് പ്രതികാരമായിട്ടാണ് സൈപ്രസിനെ ആക്രമിക്കുന്നത്. അപ്പോൾ റാഫ് അക്രോറ്റേരി എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ സൈപ്രസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആക്രമിച്ചത്. അതോടുകൂടി ബ്രിട്ടൻ അമേരിക്കയോട് ഒരു കാര്യം പറഞ്ഞു, ഒരു തരത്തിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് സഹായിക്കില്ല. നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ, ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നൊരു പ്രവൃത്തി ഉണ്ടാവില്ല. കാര്യം ഇത് തിരിച്ചടി ഭയാനകരമായ രീതിയിൽ ഉണ്ടാവും. വെറുതെ ഒരു രാജ്യത്തെ ശത്രുവാക്കുന്നതിൽ കാര്യമില്ല, അത് തങ്ങളെ ബാധിക്കും. എന്നാൽ ഇതൊക്കെ ഒരു വേള ബ്രിട്ടനോട് മറന്നുപോയി. അവരെന്ത് ചെയ്തു? അവർ ഡീഗോ ഗാർസിയ ദ്വീപ് അമേരിക്കക്ക് സൈനിക താവളം ഒരുക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും വേണമെങ്കിൽ ഇറാൻ ആക്രമിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ആക്രമിച്ചു. ഇപ്പോൾ ഇറാൻ്റെ ഒരു ഭീഷണി വന്നിരിക്കുന്നു. ഇത്തരം ഒരു സംഭവം, അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഈ ഡീഗോ ഗാർസിയ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ നിങ്ങളുടെ പൗരന്മാരും നിങ്ങളുടെ എംബസിയും കോൺസുലേറ്റും സുരക്ഷിതമായിരിക്കില്ല എന്ന്. ഇതോടുകൂടി ബ്രിട്ടൻ ഞെട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ എംബസിയോ കോൺസുലേറ്റോ തുറക്കുന്നില്ല. അവരുടെ പൗരന്മാർ പുറത്തിറങ്ങുന്നില്ല. അവർ താമസിക്കുന്ന ഇടത്തിൽ നിന്ന് മറ്റ് രഹസ്യമായിരിക്കുന്ന മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. പബ്ലിക്കിൽ അമേരിക്കൻ പൗരന്മാരെ കാണുന്നില്ല. വല്ലാത്ത രീതിയിലുള്ള പ്രയാസം, ബുദ്ധിമുട്ടും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ പൗരന്മാർ മിഡിൽ ഈസ്റ്റിൽ അനുഭവിക്കുന്നു. അതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതോടുകൂടി വലിയ ഭയപ്പാടില്ല. ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബ്രിട്ടനും ഇതേ അവസ്ഥ വരും. അവരുടെ എംബസി ഉണ്ട്, കോൺസുലേറ്റുകളുണ്ട്, അവിടെ ഒരുപാട് ജോലി ചെയ്യുന്ന ബ്രിട്ടൻ പൗരന്മാരുണ്ട്. വലിയ ശമ്പളത്തിന് വലിയ കമ്പനികളും സ്ഥാപനങ്ങളും നടത്തുന്നവരുണ്ട്. ഗവൺമെൻറ്റായിട്ട് ഡയറക്റ്റായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ബ്രിട്ടൻ്റെ എല്ലാം നിന്നു പോകും. അവരുമായിട്ട് ബന്ധപ്പെട്ട ബ്രിട്ടൻ ഗൾഫ് ബാങ്ക് പോലും ഉണ്ട്. ഓരോരോ രാജ്യത്തിൻ്റെയും ബാങ്ക് പറഞ്ഞിട്ട്, അതായത് ബ്രിട്ടൻ UAE ബാങ്ക്, ബ്രിട്ടൻ സൗദി ബാങ്ക്, ബ്രിട്ടൻ കുവൈത്തി ബാങ്ക്, അങ്ങനെ 2 രാജ്യങ്ങളും പരസ്പരം ലിങ്ക് ചേർത്തിട്ടുള്ള ബാങ്കിങ് സംവിധാനം പോലും ഉണ്ട്. ഇതിനൊക്കെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ ഭീഷണി. അത് വലിയ രീതിയിലുള്ള മുറിവാണ് ഇവിടെ പറ്റിയിരിക്കുന്നത് എന്ന് ചുരുക്കം. ഈ ഡീഗോ ഗാർസിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടേതാണോ അവരുടേതല്ല, അത് മൊറീഷ്യസിൻ്റെ ഭാഗമാണ്. 1965 മൊറീഷ്യസ് BIOT എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കയ്യിലാക്കിയതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം മൊറീഷ്യസ് നടത്തിയിട്ടുണ്ട്. അമേരിക്കയോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ UN ഈ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുമെന്ന് പറഞ്ഞതിൻ്റെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ മൊറീഷ്യസുമായിട്ടൊരു കരാറുണ്ടാക്കി. കുറഞ്ഞ കാലം ഞങ്ങൾ തരാം, 99 കൊല്ലം. ബ്രിട്ടനും അമേരിക്കയൊക്കെ ഒരു രാജ്യമായിട്ട് കരാറുണ്ടാക്കുക 99 കൊല്ലം, 165 കൊല്ലം, 230 കൊല്ലം, ഈ രീതിയിലാണ് കരാറുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ആ സമയത്തോ ലോകാവസാനത്തിൻ്റെ തലേന്ന് വരെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ രീതിയിൽ അതിന് അതല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ മൊറീഷ്യസ് എന്ത് ചെയ്യണം? ബ്രിട്ടൻ ആക്രമിക്കണം. ബ്രിട്ടൻ ആക്രമിക്കുന്ന സമയത്ത് അവരോടൊപ്പം ആര് കൂടും? അമേരിക്ക കൂടും, വേണേൽ ഇസ്രായേലും കൂടും. അപ്പോൾ മൊറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടാവും. ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടാവും. ഇറാനെ പോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. മൊറീഷ്യസ് എന്ന് പറയുന്ന സമയത്ത് മതപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ, വൈകാരികമായിരിക്കുന്ന ബന്ധം ഈ ഷിയ വിഭാഗം പോലെ മൊറീഷ്യസിനില്ല. അങ്ങനെ വരുന്ന സമയത്തോ അവിടെ വലിയ വിഷയം വരും. ഈ വെനിസ്വലയുടെ അവസ്ഥ വരില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കീഴ്പ്പെടുക അല്ലാതെ വേറെ വഴികളില്ല. പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ കീഴ്പ്പെടുക. അപ്പോൾ ഈ മൊറീഷ്യസ് എന്ന് പറയുന്ന രാജ്യം അങ്ങനെ വന്നത് എന്ന് ചുരുക്കം. ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി, അതിൻ്റെ ഭാഗമായിട്ടാണ്, UK നിയന്ത്രണത്തിലാണ്. അത് 1965 അവിടെ സ്വതന്ത്രമായ സമയത്ത് പിടിച്ചെടുക്കപ്പെട്ടത്.
1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്തൊക്കെ ഇത് പൂർണ്ണമായ രീതിയിൽ ബ്രിട്ടൻ്റെ കൈവശത്തിലായിരുന്നു. പിന്നീടാണ് മൊറീഷ്യസ് സ്വതന്ത്രമാകുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഈ ഭാഗം മാത്രം വിട്ടുകൊടുത്തില്ല. ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ശ്രീലങ്കയുടെയും മാലിദ്വീപിന്റെയും തെക്ക് ഭാഗത്തുമായിട്ടാണ് ഈ പറയപ്പെട്ട ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിരീക്ഷിക്കാനും പരീക്ഷണത്തിന് വേണ്ടി പറക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കാണല്ലോ ആവശ്യം. മറ്റുള്ള രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളത് വലിയ ആനന്ദം കിട്ടുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എല്ലാ കാലത്തും ബ്രിട്ടൻ കൊണ്ടെടുക്കാറുള്ളത്, അമേരിക്ക കൊണ്ടെടുക്കാറുള്ളത്. അതിന് പറ്റിയ ഒരു മേഖലയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഇസ്രായേലിന് ബോധ്യമായി, ബ്രിട്ടന് ബോധ്യമായി, അമേരിക്കയ്ക്ക് ബോധ്യമായി. അവർക്ക് വലിയ രീതിയിൽ ആയത്തിൽ മുറിപ്പാടുണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രത്യാക്രമണം അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ രക്തത്തിൽ, ഞങ്ങളുടെ നേതാവിൻ്റെ നേതൃത്വത്തിൻ്റെ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വീണാൽ, തെഹ്റാൻ വീണാലും അവിടെ തലയില്ലെങ്കിൽ ഉടൽ കൊണ്ട് യുദ്ധം ചെയ്യുന്ന രീതിയാണ് തങ്ങളവിടെ സംവിധാനിച്ചത്. അഥവാ 31 പ്രവിശ്യകൾക്കും പ്രത്യേകമായിരിക്കുന്ന ഗവൺമെൻറ്റുകളും ആയുധങ്ങളും നേതൃത്വങ്ങളും സംവിധാനങ്ങളും സൈനികരുമുണ്ട്. അപ്പോൾ വല്ല കാരണവശാലും ദേശീയപരമായ രീതിയിൽ തെഹ്റാൻ എന്ന് പറയുന്ന തലസ്ഥാനം അല്ലെങ്കിൽ രാജ്യം വീഴുന്ന ഒരു സ്ഥിതി വന്നാൽ പിന്നെ ഈ 31 പ്രവിശ്യകൾ 31 രാജ്യമായിട്ട് മാറും. ഇവരായിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെ ഒരിക്കലും ഒരു കാലത്തും രക്ഷപ്പെടാത്ത രീതിയിൽ അവർ കുടുങ്ങിക്കിടക്കുന്ന, ജയിലിനുള്ളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന അതേ അവസ്ഥയിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യവും അമേരിക്കയുടെ സൈന്യവും എത്തും. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരം എന്നുള്ളത് ബ്രിട്ടൻ അറിയുന്നതോട് കൂടിയിട്ടാണ് ഒരു ഞെട്ടലുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പോൾ വിട്ടുകൊടുത്തു ഡീഗോ ഗാർസിയ. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ B-2 പോർ വിമാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 6 B-2 ബോംബർ വിമാനം US അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് എടുത്തുകൊണ്ടോ പറഞ്ഞിട്ടുണ്ട്. ഇത് പതുക്കെ അവിടുന്ന് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ടില്ലെങ്കിലോ അത് ബ്രിട്ടനെ ബാധിക്കും, അവിടുത്തെ ജനങ്ങളെ ബാധിക്കും. അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ പൗരന്മാരെ, മിഡിൽ ഈസ്റ്റിലുള്ളവരെ ബാധിക്കും. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം, അമേരിക്കയുമായിട്ട് എത്ര രീതിയിൽ നല്ല ബന്ധം ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ട് സൈനിക ആയുധപരമായിട്ടുള്ള ഇടപെടലുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് ലോകം കൈകാര്യം ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്താണെന്നറിയോ, കൈകാര്യം ചെയ്യുന്നവർ പെട്ടു. അതുകൊണ്ടാണ് ഇത്രയും വലിയ രൂക്ഷമായിട്ട് ഒരു യുദ്ധം നടക്കുന്ന സമയത്തും ബ്രിട്ടനോടും അല്ലെങ്കിൽ അമേരിക്കയോട് സഹകരിച്ചുകൊണ്ട് അവരുടെ ഏതെങ്കിലും മേഖലയിലേക്ക് ഞങ്ങൾ സൈനികരയക്കുന്നു, കപ്പലയക്കുന്നു, ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് വരുന്നുണ്ടോ? അവിടേക്കും വരുന്നില്ല. കടലിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കപ്പലും കൊണ്ട് അടുത്ത് കിട്ടണ്ടേ? ഇല്ല. ഒരാളും ഈ നാറ്റോ സഖ്യം പോലും സഹകരിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഭാവിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക വന്നു. അമേരിക്കയും പെട്ടു, ഇസ്രായേലും പെട്ടു. അവിടേക്ക് ഇന്നും അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലിൻ്റെ എണ്ണത്തെക്കുറിച്ച് ഒരു തിട്ടം പോലും ഇല്ലാത്ത വിധമാണ് പെയ്തിറങ്ങുകയാണ്. അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇത് ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. അഭയാർത്ഥികളായി പോവുക, വീടില്ലാത്തവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, താമസസ്ഥലമില്ലാത്തത്, ഇതൊക്കെ ഗസയ്ക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്ത പോലെയാണ് ലോകം ദർശിച്ചത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ സംവരണമായിട്ട് ഇസ്രായേലിന് മാറിയിരിക്കുന്നു. 100,000-ലധികം ആളുകൾക്ക് ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. മരണസംഖ്യ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. ആശുപത്രി നിറഞ്ഞ് കവിയുന്നു. റോഡിലും ഈ പാർക്ക് പോലുള്ള ഏരിയകളിലും ആളുകൾ ഇപ്പോൾ താമസിക്കുകയാണ്. ബങ്കർ പോലും സുരക്ഷിതല്ല. കാര്യം ബങ്കർ തുളച്ച് കഴിഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ ഇടപെടൽ. മാത്രമല്ല ബിൽഡിംഗ് വീണ് ബങ്കറിൻ്റെ മുകളിലേക്ക് വീണ്. ബങ്കർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഉണ്ടാവുക. തറ കിട്ടുന്നതിൻ്റെ അടിഭാഗത്ത് ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ്. ഈ ബിൽഡിംഗ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ബങ്കറിലുള്ളവർ കുടുങ്ങി കിടക്കും. ഈ മൃതദേഹം കമിഞ്ഞു കൂടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നതാണ്. അപ്പോൾ മൃതദേഹം ഉള്ളത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബിൽഡിംഗ് അപ്പാടെ 10 നില ബിൽഡിംഗാണ് വീണെങ്കിൽ 10 നില ബിൽഡിംഗ് നീക്കം ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർക്ക് മൃതദേഹം എടുക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനത്തെ പോലും പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.